ഹലോ ഹായ് ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ബോ പറഞ്ഞാൽ ഹെയർ ബാൻഡ് റായ് എന്നൊക്കെ പറയില്ലേ പ്ലെയിൻ ആയിട്ടുള്ള റായിൽ നമുക്കൊരു ഫ്ലവർ വെച്ച് കൊടുക്കാം. അപ്പം അങ്ങനെ അതിന് വേണ്ടിയുള്ള ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം അതിനായിട്ട് ഇതേപോലെ 4 പീസ് ഫാബ്രിക് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് ഞാനൊരു വൈറ്റ് ഷാൾ വിരിച്ചിട്ട് അതിന് മുകളിൽ വെച്ചിട്ടാണ് ഇനി കാണിക്കുന്നത്. അപ്പം നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ 4 പീസ് ഫാബ്രിക്കാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ 2 ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടില്ല, അതിനേക്കാളും കുറച്ചുകൂടെ വലിയ ഫ്ലവറാണ് ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 30 ഇഞ്ചും ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 4 ഇഞ്ചുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ 2 ഫ്ലവർ ഇവിടെ വെച്ചിരിക്കണില്ലേ, അതിൻ്റെ വീഡിയോ തൊട്ട് മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ 4 പീസിലാണ് ഈ ഫാബ്രിക് വെച്ചിരിക്കുന്നത്. 4 പീസ് ഉണ്ട്. അത് 4 പീസും നല്ല വശം ഫ്രണ്ട് ഭാഗം മുകളിലോട്ട് വരുന്നത് പോലെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിന് ഇതേപോലെ സെൻറ്ററിലോട്ട് മടക്കി കൊടുക്കുക. അപ്പം ഇങ്ങനെ സെൻറ്ററിലോട്ട് മടക്കി കൊടുത്തിട്ട് ഇതേപോലെ ക്ലിപ്പോ അല്ലെങ്കിൽ പിന്നോ പിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് തുന്നുമ്പോൾ ഈ തുണികൾ തെന്നിപ്പോവാതെ വേഗം തുന്നിയെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ സൈഡിലായിട്ട് 2 ഫ്ലവർ ഇരിക്കണില്ലേ, ഇതിൻ്റെ വീഡിയോ തൊട്ട് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഫ്ലവറും ചെയ്യുക. അതിനേക്കാളും കുറച്ച് വലുതായത് കൊണ്ട് അതിൽ 3 പീസ് ഫാബ്രിക് എടുത്തിട്ടുള്ളൂ. ഇതിൽ 4 പീസ് ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ കുറച്ച് ലെങ്ത്തും കൂട്ടിയിട്ടുണ്ട്, കുറച്ച് വിഡ്ത്തും കൂട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതേപോലെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ രണ്ടാക്കി മടക്കി കൊടുത്തിട്ട് ഫുള്ളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസിന് ആവശ്യക്കാരുണ്ട് അല്ലെങ്കിൽ ഞാൻ പറയണമെന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോഴാണ്. ഇപ്പോൾ ആവശ്യക്കാരുണ്ട്, അവർക്കിത് ആവശ്യമാണെങ്കിൽ ഉറപ്പായി അവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമാണ്, നിങ്ങൾക്കിത് ആവശ്യമാണ്, യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോഴല്ലേ നമുക്ക് വീഡിയോസ് ഇടാനൊക്കെ ഒരു പ്രചോദനമുള്ളൂ. അല്ലെങ്കിൽ വീഡിയോസ് ഇടാനൊന്നും ഭയങ്കര മടിയാണ്. ആർക്കും ആവശ്യമില്ലല്ലോ, കാണാനൊന്നും ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോസ് ഇടാനൊന്നും തോന്നില്ല. അതേ സ്ഥാനത്ത് കാണാൻ ആൾക്കാരുണ്ട്, നമ്മുടെ വീഡിയോസിനൊക്കെ ആവശ്യക്കാരുണ്ട്, അവർക്കൊക്കെ നല്ലോണം ഇഷ്ടമാവുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വീഡിയോസ് ഇടാൻ തോന്നും, പുതിയ വീഡിയോസൊക്കെ ഇടാൻ തോന്നും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായി ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളിങ്ങനെ ഫുള്ളായിട്ട് അതേപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. എന്താണ് ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ വീഡിയോൻ്റെ ഇടയിൽ കൂടെ എല്ലാം പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഫുള്ളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ഈ 2 തുമ്പില്ലേ, നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ കുറച്ച് നൂലിൻ്റെ തുമ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ, ലാസ്റ്റ് ഇതുപോലെ കെട്ടാനായിട്ട്. അപ്പം 2 അറ്റത്തെ നൂലും കൂടിയിട്ട് നമ്മൾ ഇതേപോലെ കെട്ടിട്ട് കൊടുക്കുക. കെട്ടിടുമ്പോൾ ഒന്ന് ടൈറ്റാക്കി കെട്ടിട്ട് കൊടുക്കണം. ഒരുപാട് ടൈറ്റാക്കി നൂല് പൊട്ടി പോവരുത്. ഞാൻ മറ്റേ ഇവിടെ 2 ഫ്ലവർ ഇല്ലേ, ആ ഫ്ലവറിൻ്റെ ക്ലിപ്പിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഞാൻ നന്നായി ടൈറ്റാക്കിയിട്ട് അത് പൊട്ടിപ്പോണത്. അപ്പോൾ അതുപോലെ നന്നായി ടൈറ്റാക്കി പൊട്ടിച്ച് കളയരുത്, ഒരു പാകത്തിന് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അങ്ങനെ അത്യാവശ്യം ഇങ്ങനെ ടൈറ്റിൽ തന്നെ നൂലിങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു തുമ്പ് കട്ട് ചെയ്യുക. സൂചി ഇല്ലാത്ത തുമ്പില്ലേ, സൂചി ഇല്ലാത്ത ആ നൂലിങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് സൂചിയുള്ള നൂല് കട്ട് ചെയ്യാണ്ട് അങ്ങനെ തന്നെ വെക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു സൈഡിലോട്ടാക്കിയിട്ട് ഇതിൻ്റെ ബാക്കിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് തുന്നി കൊടുക്കണം. ഫുള്ളായിട്ട് അത് റൗണ്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് തുന്നി കൊടുക്കുക. ഇതേ വീഡിയോ തന്നെയാണ് ഞാൻ ഈ ഫ്ലവറിൻ്റെ ഈ അലിഗേറ്റർ ക്ലിപ്പിൽ ഞാൻ ഈ 2 ഫ്ലവർ കണ്ട് ഈ സൈഡിലിരിക്കുന്നത് അത് ചെയ്തെടുക്കണതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് മുൻപായിട്ട് ഇട്ടിട്ടുണ്ട്. അത് വന്നിട്ട് ഞാൻ ഇതേപോലെ വെള്ള ഷോളൊക്കെ വിരിച്ചിട്ടല്ല ചെയ്തത്. അതുകൊണ്ട് അത് ഇത്തിരി ക്ലിയർ ആയിട്ട് ആ ഫാബ്രിക് കാണാത്തതുപോലെ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയും ഇടുന്നത്. രണ്ടും ഏകദേശം ഫ്ലവർ ഒരുപോലെ തന്നെയാണ്. അത് വന്നിട്ട് സൈസ് ഇത്തിരി കുറവാണ്, ഇത് വന്നിട്ട് സൈസ് ഇത്തിരി കൂടുതലാണ്. ഇച്ചിരി വലുതാണ്, അത് ഇച്ചിരി ചെറുതാണ്. അപ്പം അതിനനുസരിച്ച് ഫാബ്രിക് ഇച്ചിരി കൂട്ടിയെടുക്കണം. അതിൽ ഞാൻ 3 പീസാണ് വെച്ചിരിക്കുന്നത്, ഇതിൽ 4 പീസ് ഫാബ്രിക് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിനേക്കാളും കുറച്ച് ലെങ്ത്തും വിഡ്ത്തും കൂട്ടിയിട്ടുണ്ട്.
അപ്പം നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്റ്റിച്ചിട്ട് കൊടുത്ത് കെട്ടിട്ട് കൊടുത്ത് എടുത്തു. ഞാൻ പറയുമ്പോൾ നിങ്ങളത് കാണുന്നുണ്ടല്ലോ. അപ്പം ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുന്നി കൊടുത്തിട്ട് ബാക്കി നൂല് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾക്ക് ഓരോ ഇതളല്ല എന്താ പറയുക, ഓരോന്നും ഇങ്ങനെ നിവർത്തി കൊടുക്കണം. അപ്പം നമ്മൾ 4 പീസ് വെച്ചു. അപ്പം അതിന് മടക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. അപ്പം ഇതിൽ 8 ഇതള പോലെ ഉണ്ടാവും, 8 എണ്ണം ഉണ്ടാവും. അപ്പം 8ഉം സെപ്പറേറ്റ് ആക്കി കൊടുക്കണം. ഒന്നിൽ നിന്ന് ഒന്നിങ്ങനെ വിട്ട് വിടിയിപ്പിച്ച് നിവർത്തി എടുക്കണം. അപ്പോഴാണ് ഫ്ലവറായിട്ട് വരുള്ളൂ, നല്ല ഭംഗിയിൽ വരുള്ളൂ. അപ്പം ഞാൻ ഇത് ഫുള്ളായിട്ട് നിവർത്തിയിട്ട് കാണിക്കാം. ഇത് ഫുള്ള് നിവർത്തണത് കാണിച്ചാൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. അപ്പം ഞാൻ നിവർത്തിയിട്ട് കാണിക്കാം. അപ്പം ഞാനിതാ ഫുള്ളായിട്ട് ഇങ്ങനെ നിവർത്തി എടുത്തിട്ടുണ്ട്. ഓരോന്നും വിടിയിപ്പിച്ച് നിവർത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഈ ഫ്രണ്ടിലോട്ടാക്കി കൊടുക്കുക. ഫ്രണ്ടിലോട്ടാക്കിയിട്ട് അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആക്കി പിടിക്കുക. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആക്കി പിടിച്ചിട്ട് ഒപ്പം ഒന്ന് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പൊന്തി നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. കറക്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ എല്ലാം കൂടി ഫ്രണ്ടിലോട്ടാക്കി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പം കട്ട് ചെയ്തെടുത്തില്ല. എന്നിട്ട് നിവർത്തി കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടാവും. ആ നിൽക്കുന്നതൊക്കെ നിവർത്തിയിട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇങ്ങനെ പൊന്തി എവിടെയെങ്കിലൊക്കെ ഇത്തിരി ഇങ്ങനെ പൊന്തി എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പൊന്തി നന്നായിട്ട് മുകളിലോട്ട് ആ ഫ്ലവറിൽ നിന്ന് വെളിയിലോട്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഫാബ്രിക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പം നമ്മൾ എക്സ്ട്രാ അങ്ങനെ പൊങ്ങി നിൽക്കുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഫ്ലവർ. അപ്പം ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ കട്ട് ചെയ്തെടുത്തു. അപ്പം ഇങ്ങനെയാണ് ഇരിക്കുക. എന്നിട്ട് ഇത് പ്ലെയിൻ ഹെയർ ബോയിൽ വേണേലും വെക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പം നമ്മൾ ഉണ്ടാക്കില്ല ഫ്ലവർ, അതിൻ്റെ തന്നെ ഫാബ്രിക് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കുക. എന്നിട്ട് അതിന് ഇതേപോലെ അങ്ങനെ വെച്ചിട്ട് ചുറ്റി കൊടുക്കുക. കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഇത് ഫുള്ളായിട്ട് ഈ ഹെയർ ബോ ഈ റായില്ലേ, ഇത് ഫുള്ളായിട്ടും ഈ ഫാബ്രിക് ഇതുപോലെ ചുറ്റിയെടുക്കണം. ക്രോസ് പീസാണ് ഏറ്റവും നല്ലത്. ക്രോസ് പീസ് അല്ല, സ്ട്രൈറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ചുറ്റിയെടുക്കാനുള്ള ഫാബ്രിക് എടുക്കണമെന്നെങ്കിലും കുഴപ്പമില്ല. ക്രോസ് പീസ് എടുത്താൽ നമുക്ക് നല്ലതുപോലെ ചുറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഹെയർ ബോ ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുക. ഹെയർ ബോ ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുന്നത് കാണിക്കണില്ല, വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. ഇങ്ങനെ തന്നെ ഇതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഇതേ പ്രോസസ്സ് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് ആ ഹെയർ ബോ ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഇതേപോലെ ഫുള്ളായി ചുറ്റിയെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് കൂടുതൽ ചുറ്റിച്ചിട്ട് കട്ട് ചെയ്തിട്ട് അതിന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് തുന്നി വയ്ക്കാം. തുന്നി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഗ്ലൂ കൂടി ആക്കി കൊടുത്താൽ അത് സെറ്റായിട്ട് ഇരിക്കും. പിന്നെ ഇതിൻ്റെ അറ്റത്ത് വന്നിട്ട് റബ്ബർ പോലെ ഒരു കറുപ്പ് സംഭവമൊക്കെ ഈ ഹെയർ ബാൻഡിൽ ഇടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇതുപോലെ തുന്നി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഗ്ലൂ കൂടി ആക്കി കൊടുക്കുക. അപ്പം അത് സെറ്റായിട്ടിരിക്കും. എനിക്ക് നല്ലോണം പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കാനൊന്നും അറിയില്ല. അപ്പം മകൾക്ക് ഫ്രോക്കൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ സിമ്പിളായിട്ടൊക്കെ ചെയ്തെടുത്താൽ അവർക്കൊക്കെ വെച്ച് കൊടുക്കാൻ നല്ല ഭംഗി. എന്നിട്ട് എക്സ്ട്രാ ഉള്ള ആ തുമ്പ് കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുത്ത ഫ്ലവർ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ക്യാൻവാസിൽ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ആ ഫ്ലവറിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പെട്ടെന്നൊന്നും ഒട്ടിപ്പിടിക്കില്ല, കുറച്ച് ടൈം എടുക്കും ഈ പശ ഒട്ടിപ്പിടിക്കാനായിട്ട്. എന്നിട്ട് അത് ഒട്ടിയ ശേഷം കുറച്ചുകൂടി ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നമുക്ക് അത് ഹെയർ ബോയിൽ റായിൽ വെച്ച് കൊടുക്കുക. ഞാൻ സൈഡിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് കുറച്ചും കൂടി ഒരു ചെറിയ പീസ് കൂടി ക്യാൻവാസ് എടുത്തിട്ട് അതിൽ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് അടിയിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് കൂടെ
ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ച് വെച്ചാൽ അത് സെറ്റായിട്ട് നിന്നോളും, പെട്ടെന്നൊന്നും വിട്ടുപോവില്ല. ഇതിപ്പോൾ പുറത്തേക്ക് ചെയ്ത് കൊടുക്കണതൊന്നുമല്ല, നമ്മുടെ മക്കളുടെ ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലത്തെ സിമ്പിളായിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലത്തെ വേറെ രീതിയിലുള്ള ഫ്ലവേഴ്സൊക്കെ ഇടുമ്പോഴും ഞാൻ ഇതേപോലെ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ചില അമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവുമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തപ്പോൾ വീഡിയോ ആയിട്ട് ഇട്ടത്. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.